നാമത്തിന് മഹത്വം. ഞാൻ അബിൻ ബിനു ചാക്കോ, IPC ഹെബ്രോൺ എക്സീറ്റർ UK സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 86 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി സാംസ് 53 ദാവീദിനാൽ രചിക്കപ്പെട്ട 53-14 സങ്കീർത്തനം ഒരേപോലെയാണ്. ഇതിലെ ആശയങ്ങൾ ഒന്നു തന്നെ പോലെയാണ്. സങ്കീർത്തനത്തിൽ 2 വ്യക്തിത്വങ്ങളെ ദാവീദ് പരിചയപ്പെടുത്തുകയാണ്. മൂഢനും ബുദ്ധിമാനും അവരുടെ സ്വഭാവങ്ങളും. മൂഢൻ ദൈവമില്ല എന്ന് പറയുന്നു, എന്നാൽ ബുദ്ധിമാൻ ദൈവത്തെ അന്വേഷിക്കുന്നു. ഇരു കൂട്ടരും വിവിധ ദിശയിൽ സഞ്ചരിക്കുന്നവരാണ്. ദൈവമില്ല എന്ന് പറയുന്ന മൂഢനായ മനുഷ്യൻ വഷളത്വവും മ്ലേച്ഛതയും നീതികേടും ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം ഭക്തിയില്ലാത്ത ഒരുവൻ. ധർമ്മം പ്രവർത്തിക്കുന്നതിനാൽ ഭയവും ആശങ്കയും ഈ കൂട്ടർക്ക് ലവലേശവുമില്ല. ഇവർ സമൂഹത്തിന് ദ്രോഹികളും തലവേദനയും ആയി മാറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിന് ഇന്ന് ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് വർദ്ധിച്ചു വരുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗങ്ങളാണ്. അത് അക്രമങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും സാമൂഹിക വെറുക്കുത്തലിലേക്കും മനുഷ്യൻ തിരിയുവാൻ കാരണം അവരിൽ ദൈവഭയവും ഭക്തിയും നഷ്ടപ്പെട്ട മൂഢന്മാരായി തീർന്നിരിക്കുന്നു. അത് നാം തിരിച്ചറിഞ്ഞ് അത്തരക്കാരിൽ നിന്ന് അകലം പാലിക്കേണ്ടതാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇതിന് ഉദാഹരണമാണ് 1 സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ദാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ദൈവമക്കളായവർ ഭക്തികെട്ട മൂഢന്മാരിൽ നിന്ന് അകന്നു ജീവിക്കണം. എന്നാൽ നാം ബുദ്ധിമാന്മാരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ബുദ്ധിമാന്മാരുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. എന്നാൽ ബുദ്ധിമാന്മാർ ദൈവത്തെയും സമൂഹത്തെയും തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, നാം നിരന്തരം തിരുവചനം വായിക്കുകയും നാം ദൈവത്തെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നാം നല്ല വ്യക്തിത്വങ്ങളുടെ ഉടമകളായി മാറുകയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സമൂഹത്തിന് നന്മ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവ അനുഗ്രഹവും നല്ല പേർ സ്വായത്തമാക്കാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ഏവരെയും ദൈവം അന്വേഷിക്കുന്ന ബുദ്ധിമാനാവുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ലഘു സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.